വീണ്ടും നല്ലൊരു സന്ധ്യാസമയം അടിയങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്ര. സംഭവങ്ങളെ കൊണ്ട് ഒരു പകൽക്കാലം അടികളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി പരിപാലിച്ച് അനർത്ഥങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങൾ, ഭാവി വേദനകൾ, സങ്കടങ്ങളും ഒക്കെ ഞങ്ങളെ വിടുവിച്ച് അവൻ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ വിടുവിച്ച് ഈ സന്ധ്യയ്ക്ക് ദൈവത്തിൽ ഒരുമിച്ച് കൂടി വരുവാ. ആമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അടികളെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരുടെ കുറവുകൾ വീഴ്ചകളുടെ തെറ്റുകുറ്റങ്ങളൊന്നും ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിൽ തടസ്സമ അങ്ങ് കണക്കിടരുത്. ഞങ്ങളുടെ രക്തധാരണികളെ കഴുകി ശുദ്ധീകരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മ ശക്തിയാ ഞങ്ങൾ നിറച്ചാട്ട് ആത്മാവിനോട് പ്രാർത്ഥിപ്പാൻ കൃപ നൽകണം. ആത്മാവിൽ പാടുവാൻ കൃപ നൽകണം. ആത്മാവിൽ ആരാധിപ്പാൻ കൃപ നൽകണം. അങ്ങനെ ദാസന്മാരെ ബലപ്പെടുത്തണം. അങ്ങനെ ജനത്തെ ബലപ്പെടുത്തണം. ഈ സന്ധ്യകളിൽ പ്രാർത്ഥന ധരിയുടെ അവർ പ്രാർത്ഥന സംഗമമായി അടികൾ ഒരുമിച്ച് ഹോളിൽ കൂടി വന്നിരിക്കുന്നു. ഈ ഹോൾ പരിസരം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യത ഞങ്ങളെ നിറയ്ക്കണം. കർത്താവ് പാടുവാൻ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. ആരാധിപ്പാൻ ദൈവം കൃപ നൽകണം. അവർ ഞങ്ങളുടെ വിഷയങ്ങളുമായി ഞങ്ങളുടെ സ്ഥലയിൽ കടന്നു വരുമോ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ അറിയുന്ന, ഞങ്ങളുടെ വേദനകൾ അറിയുന്ന ഞങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ഞങ്ങളോട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ അല്പസമയം പതിവാനോടിരിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥനാദികളുടെ പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണം. കുവച്ചാപ്റ്റർ പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണം. ലോകപാടുള്ള പ്രാർത്ഥനാദികളുടെ പ്രവർത്തനങ്ങളെ സ്വർഗം മാനിക്കണം. കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. കർത്താവ് കൊടുക്കുന്ന അങ്ങനെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയെ പൊതിയണം. കർത്താവ് കടന്നു വന്ന സഹോദരിമാർ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന സഹോദരന്മാർക്കായി സ്തോത്രം. അവരെല്ലാവരും പേരുവരാ തിരുക്കരങ്ങളെ ഒരുമിച്ച് കൂടി വരുവാൻ അവൻ ദിവസത്തിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഈ സന്ധ്യയിൽ ദൈവത്തിനുള്ള വഴി നമുക്ക് ഒരുക്കി തന്നു. സ്തോത്രം. സന്തോഷത്തോടെ എല്ലാവരും ദിവസത്തിലായിരിക്കണം. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലാണ് നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. സ്തോത്ര ഹാലലൂയ. അതുകൊണ്ട് കടന്നു വന്ന ദൈവമക്കൾ എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവത്തിലായിരിക്കാം. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനാദികളുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല രാജ്യങ്ങളിൽ പ്രാർത്ഥനാദികളുടെ ചാപ്റ്ററുകളുണ്ട്. അതിന് നേതൃത്വം വഹിക്കുവാൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റ് ചാപ്റ്ററിലും പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. ദൈവമക്കളെ എടുത്ത് ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ സകല മഹത്വം അർപ്പിക്കുന്നു. കടന്നു വന്ന ഇന്ന് സന്ധ്യയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളും കുവൈറ്റ് ചാപ്റ്ററിന്റെ സ്തോത്രം പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബ്ലസം അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും എല്ലാവരെയും ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ദൈവസ്ഥിതി കടന്നു വന്നിരിക്കുന്നത് വിവിധ വിഷയങ്ങളെ ദൈവസ്ഥനിൽ അറിയിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരാധനയ്ക്ക് ശേഷം നമ്മുടെ വിഷയങ്ങളെ ദൈവസ്ഥനിൽ അറിയിച്ച് പ്രാർത്ഥിപ്പാൻ നമ്മൾ അല്പസമയം വേർതിരിക്കും. സ്തോത്രം. ഹാലലൂയ. തുടർന്നുള്ള സമയം അല്പസമയം ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇടയാക്കും. ഇതിനെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൃപ പകരണം. അതിനായി ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. തുടർന്നുള്ള എല്ലാ കൂട്ടായ്മകളും വളരെ അനുഗ്രഹമായി തീരുവാൻ കടന്നു വന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. നാം കർത്താവിന്റെ സന്നി വന്നിരിക്കുന്നത് ഒരിക്കലും നമുക്ക് വെറുതെ ആയി തീരത്തില്ല. സ്തോത്രം. ദൈവസ്ഥിതി നാം എപ്പോഴൊക്കെ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ഒരുക്കത്തോടെ കടന്നു വരുന്നോ, മനസ്സോടെ കടന്നു വരുന്നോ, അങ്ങനെയുള്ള ദൈവമക്കളെ ദൈവം കൈവിടുകയില്ല. സ്തോത്രം. ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ മഹത്വം എന്റെ നിലനിൽക്കുന്ന രാത്രിയായി മാറട്ടെ. കായിന്റെ വഴിയല്ല. വിളയാമിന്റെ കൂലി ചോദിക്കലല്ല. കോലഹിന്റെ മത്സര പല സഭയിൽ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നത് ക്രിസ്തുവിന്റെ മാർഗമാണ്. എന്റെ മാർഗം വിശ്വാസത്തിൽ കരകയറി പിടിച്ച് നന്ദിയോടെ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും പണ്ടയുള്ള കഥകൾ ഉയർന്നിരുത്തി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യുദ്ധവീരനുമായ യഹോവ തന്നെ
എല്ലാവരും ചലിക്കട്ടെ. അഭിഷേകത്തിന് നാമ്പുകൾ നാമ്പ് ചലിക്കട്ടെ. അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുന്നവരെ ഏൽപ്പിച്ചു കൊടുത്തേ. ഹാലലൂയ. നന്ദിയോടെ നന്ദിയോടെ നന്ദിയോട് പാടാൻ കഴിയുമോ? എന്റെ പ്രയാസത്തിലും എന്റെ ദുഃഖത്തിലും എന്റെ കഷ്ടതയിലും എന്റെ പടകിന്റെ അമരത്തിന്റെ നാദമുള്ളത് കൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചേർന്ന് പാടിക്ക്. നന്ദിയാണ് എന്റെ ഉള്ളതുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഗദർദേശത്ത് ഭൂതകസ്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ലോകം കണ്ടത് ഭ്രാന്തനായിട്ടാണ്, അല്ലെ? ലോകം കണ്ടത് കല്ലറകൾ കിടന്നുറങ്ങുന്നവരായിട്ടാണ്. എന്റെ കർത്താവ് എന്തോ കണ്ടതറിയാമോ? അവൻ സുവിശേഷകനായിട്ടാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്നൊന്ന് തീരുമാനമെടുത്ത്, ദൈവമേ, ഇന്ന് ഞാൻ ആരാധിക്കുമ്പോ എന്റെ വളർത്തുവാൻ കഴിയാത്ത എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. അങ്ങനെ എല്ലാ കരങ്ങളും തട്ടി ആ നല്ല പിതാവിനെ ദൈവം ആരാധിച്ചു. ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ തളർത്തില്ല, വഴിയിൽ പെട്ടുപോകത്തില്ല. എല്ലാവരും കരം തട്ടി ദൈവത്തെ ആരാധിച്ചു. ചേർന്ന് പറയാം.
പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയും എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ നേരിട്ട് വെച്ച് ഹല്ലേലൂയ. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. 2 കുടിശ്ശൂരിൽ വന്ന് താമസിക്കുന്നത് എന്റെ അപ്പനും അമ്മയും. ഹല്ലേലൂയ. അത് ദൈവത്തെ അറിഞ്ഞത്. ആ കുടിശ്ശൂരിൽ നിന്ന് മഴവെള്ളം ചോരുന്ന കുടിശ്ശൂരിൽ ഇരുന്നുകൊണ്ട് എന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് വചനം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എനിക്കൊന്നും പുകഴുവാനില്ല. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും വ്യാപ്തിയാമങ്ങളിൽ തലങ്ങളുടെ കരം പിടിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ നിൽക്കുന്നത്. എനിക്ക് പറയാൻ കഴിയുന്ന മക്കളെ, ദേവദാസൻ പറയുന്ന പോലെ ഒന്നുമില്ലാതെ നീ കൊടുക്കുവാൻ തയ്യാറായി എന്റെ കർത്താവ് നിന്നെ മാനിക്കും. നീ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നന്മകൾ കർത്താവിന്റെ നാമത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയെ മാനിക്കുന്ന ദിവസമായി 2025 പുതിയ വാതിലുകൾ തുറക്കാൻ നിന്നെ കർത്താവ് നിന്നെ സമ്മതിക്കുകയില്ല. വിശ്വസിക്കുന്ന ചേർന്ന കാര്യമാണ് നിന്നോട് ചേർന്ന് വിളിച്ചത്. അപ്പൊ ഇനി ഒരു കാലത്ത് നിൽക്കുന്നതല്ല, എന്റെ കർത്താവ് നിന്നെ സമ്മതിക്കുന്ന ദൈവമല്ല. എത്ര പ്രതിസന്ധികൾ നേരിട്ടാലും എത്ര പ്രതികൂലങ്ങൾ നേരിട്ടാലും ഇനി ഞാൻ പറയും, എന്റെ അപ്പന്റെ മകന് മുമ്പ് ചെങ്ങളിലായിക്കൊള്ളട്ടെ, പിന്നിൽ വൈകിയായിക്കൊള്ളട്ടെ, 2 വർഷം കുന്നുകൾ മൂടപ്പെട്ട അവസ്ഥയാണെങ്കിലും നിങ്ങൾക്ക് മുൻപനായി ഒരു കിഴക്കൻ കാറ്റടിക്കുന്ന ഒരു പുതിയ വഴി തുറക്കുന്ന രാത്രിയാണ്. നിന്നിൽ പാത്രമേ സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ബോധപ്പെടുത്തിയാണ് എല്ലാവർക്കും ദിവസത്തിലേക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സമയം പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദിവസത്തിലേക്ക് അടുത്തു വരാം. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ ദിവസത്തിലെ നമ്മുടെ ആവശ്യങ്ങളെ ദിവസത്തിലെ പ്രാർത്ഥിപ്പാനായിട്ടുള്ള ആമേൻ സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കും. സ്വന്തം മുമ്പോട്ട് വരുന്നതാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ ഭൂമിയുടെ പരത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അനുഭവിച്ചു തന്ന ദൈവത്തിന് നന്ദികരേറ്റ് ഒരു പ്രാവശ്യം കൂടെ കൂടുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എത്രയോ ഇടങ്ങളിൽ ഈ സ്വാതന്ത്ര്യമില്ലാതെ പാരപ്പെടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ മാതൃരാജ്യത്ത് പോലും പലയിടങ്ങളിൽ ഇങ്ങനെയൊന്ന് ഉറക്കെ ഹല്ലേലൂയ പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാനത്ത് നമ്മൾ ഇത്രത്തോളം ഉച്ചത്തിൽ എഴുതി ഘോഷിപ്പാൻ നമുക്ക് ആരോഗ്യം തന്ന ആയുസ് തന്നു ബലപ്പെടുത്തി നമ്മളെ ഇവിടെ വരെ കൂട്ടിവരുത്തി എല്ലാവരും വാദമെന്ന് ദൈവത്തിന് മഹത്വം കർത്താവിന്റെ സാക്ഷിയാകുക. മരിച്ചാൽ നിത്യതയിലെത്തും. ആ പ്രത്യാശ നമുക്കുണ്ട്. നമ്മളെ വിളിച്ച് വേർതിരിച്ചത് എത്രയോ സന്തോഷമാണ്. ഒന്നും നമുക്കില്ലെങ്കിലും നമ്മൾ നിത്യതയിലെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പെട്ടെന്ന് വിഷയം പറയുമ്പോൾ വേഗത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥനാനിയുടെ എല്ലാ ചാപ്റ്ററിന്റെയും ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകദാസൻ മാസ്റ്റർ ബെൻസൺ ദാനിയേൽ അവരുടെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്തദാസൻ കുടുംബം, അതുപോലെ തന്നെ തലമുറ ശുശ്രൂഷകളെ, പേരൻസിനെ എല്ലാം ഒത്ത് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് കർത്താവിന്റെ ദാസൻ നാട്ടിലായിരിക്കുന്നു. മാതാവിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. നമുക്ക് ആ കർത്താവിന്റെ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്തദാസി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്നും 1:30 അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ വൈകിട്ടും ലേഡീസ് വുമൻസിൻ ഫെലോഷിപ്പിന് നേതൃത്വം വഹിക്കുന്നു. എന്നും നിരന്തരം 1:30 സഹോദരിമാരൊക്കെ കൂടിയിരുന്ന് അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തേണ്ടത് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനാധ്വനി കുവൈറ്റ് ചാപ്റ്ററിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ അഭിഷേക് മാസ്റ്റർ ബ്ലെസ്സിംഗ് സാമുവേൽ അവരുടെയും കുടുംബത്തെയും തലമുറകളെയും ശുശ്രൂഷകളെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വൈസ് ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ റാസൻ സജിത് പാസിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനാധ്വനിയുടെ വിവിധ ചുമതല വഹിക്കുന്ന അനേക സഹോദരന്മാരുണ്ട്. അതോടൊപ്പം തന്നെ കോയറിന് പോലും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സാറാമോളൊക്കെ ഉണ്ട്. അവരെ പൈതങ്ങളെ എല്ലാവരെയും ഓർത്ത് നമുക്ക് ഒരാളെ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രത്തോളം യഹോവ അനുഗ്രഹങ്ങളെ ചൊല്ലുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാൻ എന്ത് ചെയ്താലും സാധ്യമടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ ആദ്യ പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചത് അവസാനത്തോളം അത് തിരക്കേണ്ടതിന് നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ കുവൈറ്റ് ചാപ്റ്ററിന്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ചാപ്റ്ററിന്റെയും പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരാൻ, അതേ മറ്റുള്ളവരുടെ നിത്യതയ്ക്ക് കാരണമായി തീരുവാൻ, നിത്യതയിൽ എത്തിപ്പാൻ വളരെ ആത്മാർത്ഥതയോടെ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പങ്കെടുത്ത് ചെയ്യേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിശയമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് അങ്ങയുടെ വലിയ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, പ്രാർത്ഥനാധ്വനി കർത്താവേ, കുവൈറ്റിൽ കർത്താവേ, കുവൈറ്റ് ചാപ്റ്ററായിട്ട് കർത്താവേ, ഹല്ലേലൂയ അവിടുന്ന് തുടങ്ങി വെച്ച മീറ്റിംഗില് സ്തോത്രം. നമുക്ക് കരമുയർത്തി കർത്താവിന് സ്തോത്രം കരയറ്റാം. പ്രാർത്ഥിച്ച കർത്താവിന് നന്ദി സ്നേഹിക്കുന്നു. തുടർന്ന് നമുക്ക് രോഗരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 253 രാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷീകരണത്തിന് അനുകൂലമായ ഒരു ഭരണകൂടം എല്ലാ ദേശത്തും ഉണ്ടാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ആ 253 രാജ്യങ്ങളിൽ വിശേഷത നമുക്ക് നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സംഭവമായ ഈ ലോകത്ത് പല അനർത്ഥങ്ങളെ പലരെയും പിടിച്ചോണ്ട് പോയി എന്തെല്ലാം പീഡനങ്ങളാണ് ഏൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യൂട്യൂബിൽ കൂടെ ഒക്കെ വായിക്കുന്നുണ്ട്. ഓരോ ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തണം, എത്രമാത്രം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് തന്നെ നമ്മളോട് തന്നെ ശോധന എഴുതി നമ്മൾ ചോദിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരും പരമാർത്ഥികളുമായി നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളെന്ന് അവിടുത്തെ വചനമുള്ളതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ചിലരൂടെ ഈ രക്ഷയുടെ പട്ടണത്തിൽ പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിലുള്ള ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരുടെ ശുശ്രൂഷ ഏറെ അനുഗ്രഹമായി തീരുവാൻ ചിലരെ ക്രമീകരണം, ശുദ്ധീകരണം, വിശദീകരണം ഒക്കെ വരുത്തേണ്ടതിന് അവരുടെ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ദൈവജനം ിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കാൻ അവിടെ ഇടയാകേണ്ടത് ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കേണ്ടതിന് അവരൊക്കെ പ്രതികൂലങ്ങളെ നടുവിൽ നിലനിർത്തേണ്ടതിന് ആരും ക്ഷീണിച്ചു പോകാനോ വെറുത്തു പോകാനോ അനുവദിക്കാതെ എല്ലാ ദൈവസഭയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതിന് ആത്മാവിന്റെ വലിയ പകർച്ച ദൈവസഭയിലൊക്കെ ഉണ്ടാകേണ്ടതിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുവാൻ അവിടെ ഇടയാകേണ്ടതിന് നമുക്ക് എല്ലാ ദൈവസഭയെ ദൈവദാസന്മാരെ അവിടുത്തെ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ലോകരാജ്യങ്ങളെ ഒക്കെ ഓർത്ത് സാന്ദ്രത്തോടെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കളെ ഉണ്ടാകേണ്ടതും ജനത്തിൽ ആരെങ്കിലും ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. తండ్రి ప్రపంచ దేశాలకు ప్రారంభిస్తున్నాడు. 250 దేశాలకు దాసుని హింసిస్తున్నారు తండ్రి. నీ బిడ్డలను కొడుతున్నారు, చంపుతున్నారు ప్రభావ. ప్రతి ఒక్క തുടർന്ന് നമുക്ക് ആഗോള വ്യാപകമായി രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. എവിടെയെല്ലാം നോക്കിയാലും അവിടെ എല്ലാ ഗ്രൂപ്പിലും ദൈവസഭയിലും എല്ലാ അനേകരും രോഗത്താൽ ഭാരപ്പെടുന്നു. എല്ലാവരെയും അവിടുന്ന് സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാരെ രോഗത്താൽ അടിമയായിരിക്കുന്നു. അനേകർ നഷ്ടപ്പെടുന്നു. രോഗം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒന്നും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരോടൊക്കെ കരുണ തോന്നേണ്ടത് നമുക്ക് രോഗശാന്തി ആരോഗ്യം കർത്താവ് വരുത്തുമെന്ന് നമ്മളോട് പറഞ്ഞ പ്രോമിസാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അവരെ ഏൽപ്പിക്കാം. ആഗോള വ്യാപകമായി രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യവും വിടുതലും കൽപ്പിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വേഗത്തിലെ തലമുറകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ തലമുറകളെല്ലാം വല്ലാതെ
അവർ പോവുകയാണ്. അനുസരണമില്ലാതെ ഏപ്പമില്ലാതെ തലമുറകള് അവിടുന്ന് ജീവിക്കുകയാണ്. അവരെല്ലാം മടങ്ങി വരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ നിറവോടെ അവർ നടക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവ് വരുവാൻ അവരുടെ ഉള്ളില് ദൈവസ്നേഹം വർദ്ധിപ്പാൻ ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം ഒക്കെ നയിക്കുന്നവരായി തീരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധി വേർപാടിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവിനും ദൈവസഭയ്ക്കും ഒക്കെ പ്രസാദമുള്ളവരായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആത്മാക്കളെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെല്ലാവരും വളരെ ഉത്സാഹത്തോടെ നമ്മുടെ തലമുറ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഇവിടെ പറയുകയും ചെയ്തു. അതുപോലെ നമുക്ക് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. എല്ലാ പിന്നാക്കം പോയ പൈതങ്ങളെല്ലാം മടങ്ങി വരേണ്ടതിന് അവർ സ്നാനപ്പെടാനുള്ളത് സ്നാനപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ പഠനം, ഉപരിപഠനം, ജോലി, അഡ്മിഷൻ, വിവാഹം, അങ്ങനെ പല വിധത്തില് കുടുംബജീവിതത്തില് എപ്പോഴും ഡൈവേഴ്സും അങ്ങനെ പല വിധത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ട്. ഇവരെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് ഇവരെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് രോഗികളായിട്ടുള്ളവരെയും തലമുറകളെയും അവരുടെ ഭാവിയെയും ഓർത്ത് ആത്മീയത്തിൽ അവർ സമ്പന്നത പ്രാപിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് സകല ജഡത്തിൽ വേരും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാര് ദർശനങ്ങളെ ദർശിക്കുമെന്നൊക്കെ അവിടുത്തെ വചനം കൊണ്ട് വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതാതിടങ്ങളിൽ വിടുതൽ നടക്കേണ്ടതിന് എല്ലാ ദേവദാസന്മാരെ മക്കൾ വിശേഷിച്ച് ആരെങ്കിലും ഒരാൾ വേഗത്തിൽ ഈ തലമുറകളെല്ലാം വഹിച്ചുകൊണ്ട് രോഗത്താൽ പാടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പറയപ്പെട്ടതാണ് കർത്താവെ ദൈവം പ്രേരകത്തിന് കർത്തപ്പെട്ട് ക്ഷമിക്കണം. നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ കൗൺസിൽ അംഗമായിരിക്കുന്ന അനിൽകുമാർ അവരുടെ മകൻ ജോലി മോനൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. നാളെ ലളിതമായ കർത്താവിന്റെ വരവ് താമസിക്കാം. പൈതലിന്റെ ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അസാധാരണമായ ഒരു വിടുതൽ, ഓപ്പറേഷൻ കൂടാതെ ഒരു വിടുതൽ നടക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവത്തിന്റെ ഹിതമതാണെങ്കിൽ ആ ഓപ്പറേഷൻ സക്സസ് ആയി തീർന്ന് ദൈവനാമ മഹത്വം എടുക്കുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ സൗന്മാരും തമ്മിൽ പൈതങ്ങളെല്ലാം കരകോർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമായി തീരേണ്ടത് ആരെങ്കിലും ഒരാളെ ദേവദാസന്മാർ ആരെങ്കിലും ഒരാളെ ശക്തിയോടെ പ്രാർത്ഥിക്കണമെന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവൻ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സകലമകത്ത് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം മാത്രമാണ്. അവൻ പറയപ്പെട്ട വിഷയത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ അവനെ ഹോസ്പിറ്റലിലെ വിധേയനാക്കിയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ ഹിതം പൈതലിനെ നിറവേറണം. അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവ്, അങ്ങ് തൊട്ടവരും സൗഖ്യമാക്കിയിരിക്കുക. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നതാണ്. ഇന്ന് രാത്രി അങ്ങ് മുന്നിലവ് അങ്ങയുടെ കരം വെച്ച് പൂർണ്ണമായ സൗഖ്യം വിടുതൽ കർത്താവ് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നു. അങ്ങ് തന്ന വിടുതലായ സ്തോത്രം. പ്രാർത്ഥന സഭ കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ. അവൻ നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിപ്പാനുള്ള ദൈവവസരം തന്നല്ലോ. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായി അവൻ കർത്താവിന്റെ ദാസൻ അവൻ കൊണ്ട് കടന്നുവരും. ദൈവങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോട് വ്യക്തമായി സംസാരിപ്പാൻ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കുക. ഈ ദിവസത്തേക്കില് ആമേ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന ആമേ സ്വതന്ത്ര ഗോഡ് ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന ആമേ കർത്താവിന്റെ ദാസൻ ആമേ പാസ്റ്റർ പിളസിനവറുകളാണ്. ആമേ കർത്താവിന്റെ ദാസനെ ആമേ ഹാലേലൂയ വചന ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കും. Thank you. Praise the Lord. Hallelujah. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം. വിഷയം നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ ദൈവം പ്രാർത്ഥന എന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഒരിക്കലും ഒരു സംശയവും നിങ്ങൾക്ക് വെക്കണ്ട. Let there be no doubt in your heart. ഞാൻ പറയുന്ന എന്റെ ജീവിത അനുഭവമാണ്.
നീ ഹൃദയത്തിലൂടെ പ്രാർത്ഥിച്ചോ, ഒരു വാക്ക് പ്രാർത്ഥിച്ചോളൂ. അവന്റെ ഒരു വാക്ക് മതി നിന്റെ അവസ്ഥയ്ക്ക് മാറ്റണം. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, അതുപോലെ ഇന്ന് പ്രേരണ വന്നേക്കുന്ന എല്ലാ സഹോദരി സഹോദര കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവായ യേശു നാമത്തിൽ എന്റെ സ്നേഹം വന്നിന്. സമയം ഇല്ല, സമയം വേഗത്തിൽ പോയി. ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഫ്ലൈറ്റിലെല്ലാം അറിയാമോ? ഫ്ലൈറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ ലാൻഡ് ആവുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? പ്ലെയിൻ എന്ത് ചെയ്തു? അപ്പൊ എന്റെ പ്രസംഗം എങ്ങനെ ആയിരിക്കും? അപ്പോൾ നിങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് എന്നോടുകൂടെ ചേർന്ന് ശ്രദ്ധയോടെ ഇരിക്കുവാണെങ്കിൽ ദൈവം എനിക്ക് തന്ന ആലോചന നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവവചനത്തോട് പ്രത്യേകത എന്താണെന്നറിയാം, അല്പത്തിലും അധികത്തിലും ദൈവം നമ്മളെ പോഷിപ്പിക്കുന്നത്. അല്പമേ ഉള്ളൂ, ബട്ട് ഹി വിൽ സ്പീക്ക് ടു യു. എന്നോട് ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. അതിന് ആധാരമായിട്ട് ലൂക്കോസ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അതിന്റെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അതിന്റെ 43 മുതൽ 54 വരെ വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇപ്പോൾ എന്നെ വായിച്ച് സഹായിക്കണം. 50-ാമത്തെ വാക്യം വായിച്ചാൽ വേഴ്സ് നമ്പർ 50. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ വാക്യം. യേശു അവനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതിന് 53-ാമത്തെ വാക്യോടെ വായിച്ചാൽ ആര് ഗ്രഹിച്ചു? അപ്പൻ ഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇവൻ ദൈവവചനത്തിന്റെ തുടക്കം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ സ്വീകരിക്കാൻ റെഡിയായി. ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ വചനം കേട്ടോണം. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ രൂപാന്തരം വരും. ഞാൻ പറയുന്നത് പോലെ വചനം ഹൃദയത്തിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറ്റം വരും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് ഒന്നുമില്ല, എന്നാൽ ഈ കർത്താവായ യേശുവിന്റെ വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ 4-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഒരു വലിയൊരു ശുശ്രൂഷ നടന്ന ഒരു മേഖലയാണ്. വലിയൊരു ശുശ്രൂഷ അമേരിക്കയിൽ നടന്ന ഒരു വലിയൊരു റിവൈവൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അവിടെ അനേകർ യേശുവിനെ അറിഞ്ഞു, അനേകർ യേശുവിനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വന്ന ഒരു സമയമാണ് 43-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീസസ് വെന്റ് ടു ഗാലിലി. ഹല്ലേലൂയ. യേശു എങ്ങോട്ട് പോയി? ഗലീലയിലേക്ക്. യേശു ഒരിടത്ത് മാത്രം തന്നെ ദൈവമല്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കും, നിന്നെ കാണുന്നില്ലയോ യേശു? നിന്റെ അവസ്ഥ അറിയുന്നില്ലയോ യേശു? അങ്ങനെയല്ല, അവൻ നിന്നെ അറിയുന്നുണ്ട്. നിനക്ക് വേണ്ടി ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്, the noble man's son was not feeling well. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മകൻ സുഖമില്ലാതെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് മരിച്ചു പോകുന്നു മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എഴുതിയിട്ട് എങ്ങനെയാണ്? അവൻ കേട്ടു യേശു ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് കേട്ടത്? യേശുവിനെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, നീ കേൾക്കുന്നുണ്ടോ? യേശു ഇവിടെ വന്നിട്ടുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ നീ വന്ന വിഷയം ഏത് വിഷയമാണ് നീ വന്നോ ആ വിഷയമായിട്ട് നീ മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ വിഷയത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്ക് ആ വിഷയത്തെ ദൈവത്തിന്റെ വെളിപ്പെടുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർ പറയുന്നത് യേശു വന്നെന്ന് അറിഞ്ഞു. യേശു വന്നപ്പോൾ അവന് മനസ്സിലായി, ഈ ഡോക്ടർമാര് വ്യക്തികൾ പറഞ്ഞേക്കാൾ അപ്പുറമായിട്ട് ഈ മകന് സൗഖ്യം ആണി തരാൻ പറ്റും, യേശുവിന് തരാൻ പറ്റും. അങ്ങനെ യേശുവിന്റെ അടുത്തോട്ട് അങ്ങ് വരികയാണ്. എന്നിട്ട് പറയണം, പ്ലീസ് ടു കം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് 49-ാമത്തെ വാക്യത്തിൽ, he pleaded. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ യാചിച്ചല്ലോ. കർത്താവ് ആരോട് പറഞ്ഞു? കർത്താവിനോട് പറയുകയാണ്. നിന്റെ എന്ത് വിഷയമായിക്കൊണ്ട് പറയാനുള്ള കർത്താവിനോടൊക്കെ പറഞ്ഞോളും. ആഗ്രഹമാണ് യേശുവിന്റെ അടുത്ത് വരാൻ. തീരുമാനങ്ങൾ എടുക്കും. 3 ദിവസത്തെ വാസം. ആദ്യത്തെ ദിവസം ഏറ്റവും മുന്നിൽ വന്ന് ഇരിക്കും, പായിൽ വന്ന് ഇരിക്കും. 2-ാം ദിവസം നോക്കുമ്പോൾ കാണുന്നില്ല. 3-ാം ദിവസം ഒട്ടും എടുക്കുന്നില്ല, ഫോണും എടുക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ പിതാവ് എന്ത് ചെയ്തെന്ന് അറിയുമോ? തുടങ്ങി ആ ദിവസം തന്നെ യേശുവിന് മുന്നിൽ തന്നെ വന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു ആലോചന എന്ന് പറഞ്ഞോട്ടെ. നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ തടസ്സമായിട്ട് വരാൻ ശത്രു ഏതെല്ലാം മേഖലകളിൽ പലരും മനസ്സിലാക്കിക്കോളും. നീ ആ തീരുമാനം
തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവമായി വചനം നിങ്ങളോട് പറയുകയാണ്. നീ ഉറച്ചു വിശ്വാസത്തോടെ മുന്നിൽ നിൽക്കണം യേശുവിന്റെ കൂടെ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? പിതാവ് വന്ന് ഈ വാക്ക് കേട്ടു. എന്നിട്ട് എങ്ങോട്ടാ നടന്നത്? തിരിച്ച് വീട്ടിലോട്ട്. ഹല്ലേലൂയ. ഭവനത്തിൽ നടക്കുന്ന ചില വിടുതലാണ്. തിരിച്ച് ഇരിക്കേണ്ടിട്ട് മടങ്ങി ഇവിടുന്ന് തിരിക്കുമ്പോൾ ഇവന്റെ കയ്യില് സത്യം പറഞ്ഞ നമ്മുടെ ഭാവനയെ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ കയ്യിലാണ് മറുപടി. ഈ മറുപടിയായിട്ടാണ് അവർ നടക്കുന്നത്. തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്ന വൈമധ്യത്തെ ചിലത് സംഭവിക്കുന്നു. ഈ പിതാവ് വിചാരിച്ചു ഈ മറുപടി യേശുവിന്റെ മറുപടിയായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ അത്ഭുതം നടക്കുന്നു. അല്ല, അവൻ വിശ്വാസത്തോടെ നടന്നപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം അതിവേഗത്തിൽ അവനെ വീട്ടിൽ ചെന്ന് മകനെ ദൈവം സൗഖ്യമാക്കി. ഇന്ന് രാത്രി ഈ വിഷയമായിട്ട് ഏത് വിഷയമായിട്ട് വീട്ടിൽ നിന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന ദൈവസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പറയുവാണെങ്കിൽ നീ മടങ്ങി ചെല്ലുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്ന ജനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പിതാവ് ചിന്തിച്ചു, പക്ഷെ വൈമധ്യത്തിൽ മറുപടിയായിട്ട് ചില വ്യക്തികൾ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ചില വൈമധ്യത്തിൽ ദൈവത്തിന് മെസ്സഞ്ചേഴ്സ്, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് വൈമധ്യത്തിൽ നീ പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി വൈമധ്യത്തിൽ ചില പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടികൾ അത്ഭുതത്തിൽ പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി അത് ചലിക്കട്ടെ. ആ പിതാവിന്റെ വൈമധ്യത്തിൽ നടന്ന ഒരു അത്ഭുതമാണ്. എന്താണ്? അവൻ കേട്ടു അവന്റെ മകൻ സൗഖ്യമായത്. ഇംഗ്ലീഷിൽ പറയുന്നത് ഇതാണ്, ഇറ്റ് വാസ് ഡിസപ്പിയർഡ് എന്നാണ് പറയുന്നത്. അവന്റെ രോഗം ഡിസപ്പിയർഡായി, കാണുന്നില്ല. കാരണം എന്താണ്? പിതാവിന്റെ ഒരു തീരുമാനമാണ്. യേശുവിനോട് മനസ്സ് തുറന്ന് പറഞ്ഞു, യേശുവിന്റെ വാക്ക് കേട്ടു, വിശ്വാസത്തോടെ തിരിച്ച് ആ വീട്ടിൽ തന്നെ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രോഗമുണ്ട്. യേശുവിനോട് പറഞ്ഞു, യേശു പറഞ്ഞു അവൻ ജീവിക്കും, തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ കേട്ട വാക്ക് വിശ്വാസത്തോടെ തിരിച്ച് കാലുവെച്ചു. ഇതാ വൈമധ്യത്തിൽ ചില മറുപടികൾ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ചില വൈമധ്യത്തിൽ നീ കഴിഞ്ഞ വർഷം അനേക വർഷമായിട്ട് നീ കാത്തിരിക്കുന്ന ഒരു രോഗസൗഖ്യമുണ്ട്. യേശു നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ തിരിച്ചത് പ്രാപിക്കാൻ വേണ്ടി നീ വൈമധ്യത്തിൽ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് വചനം ചില കുടുംബങ്ങളോട് ചൂണ്ടി സംസാരിക്കുകയാണ്. ഈ വൈമധ്യത്തിൽ അതിൽ നീ നിരാശപ്പെട്ടു പോകില്ല. നിന്റെ വീട്ടിൽ എവിടെ രക്തസൗഖ്യം എവിടെയെന്ന് ചോദിച്ചതുമായിട്ട് നിന്റെ പകൽക്കാലം ആരെങ്കിലും വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം പറയുന്നു, അവൻ വൈമധ്യത്തിൽ ആയിരുന്നപ്പോ ഇതാ മെസ്സഞ്ചേഴ്സ് മറുപടികളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മറുപടികൾ രാത്രിയാവട്ടെ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ മറുപടികൾ രാത്രിയാവട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അത്ഭുതങ്ങൾ നടന്നു. അവൻ കേട്ടു. അവൻ ആദ്യം അവന്റെ വിശ്വാസം എന്തോ പറഞ്ഞതറിയാമോ? അവൻ പറയാണ്, ഇത് എപ്പോൾ സംഭവിച്ചു? യേശുവായിട്ട് കണക്ഷൻ വരുമ്പോൾ യേശുവിന്റെ വാക്കുകളാണ് അവനെ റിമൈൻഡ് ചെയ്യുന്നത്, അവന് ഓർമ്മകൾ വരുന്നത്. പെട്ടെന്ന് മനസ്സിലായി ഇത് ആ സമയത്ത് നടന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ഈ സമയവും ആ സമയമെല്ലാം ഒന്ന് തന്നെ. നമുക്ക് എല്ലാം ഒറ്റ സമയമുള്ളൂ. ഏതായാലും കർത്താവ് യേശുവായിട്ട് ബന്ധപ്പെട്ട ഒരു സമയം, മോശ സമയം, നല്ല സമയം, ലക്കി അൺലക്കി ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു, the day you accepted the Lord Jesus Christ, your grace, full of grace day has started. കൃപയുള്ള ദിവസം നിന്റെ തുടങ്ങിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ദിവസം എങ്ങനെയായിരിക്കുന്നു? കൃപയോടുള്ള ദിവസം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ദിവസം എങ്ങനത്തെ ദിവസമായിരിക്കും? കൃപയോടുള്ള ദിവസമാകട്ടെ. ഇവിടെ പറയാണ്, യേശുവിന്റെ വാക്ക് കേട്ടു മനസ്സിലായി. യേശു പറഞ്ഞ സമയത്ത് നടന്നതാണ്. ഇന്ന് രാത്രി അവൻ വിശ്വസിച്ചു. അവിടെ ഇങ്ങനെ കുടുംബം മൊത്തം വിശ്വസിച്ചു. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണോ? കുടുംബം മൊത്തം വിശ്വസിക്കാൻ റെഡിയാണോ? അവർക്ക് മനസ്സിലായത് യേശു മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇക്വേഷന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്റെ വിഷയം യേശുവിനോടൊന്ന് പറയാമോ? പറയാൻ റെഡിയാണെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പിതാവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഇതാ ദൈവം അവനോട് പറയാണ്, ഞാനൊരു വാക്ക് കൽപ്പിക്കുന്നു. എന്റെ രാത്രി ഈ വാക്ക് കൽപ്പിച്ചാൽ നിന്റെ അവസ്ഥകൾ മാറ്റം വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ഭവനത്തിന്റെ അവസരത്തിൽ മാറ്റം വിശ്വാസമുണ്ടോ? നിന്റെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾ മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ? നിന്നെ സഹായിക്കാൻ ആരുമില്ല. കുവൈറ്റിലെ ഭാഷയെ പറഞ്ഞാൽ നിന്റെ വാസ്ത ആരുമില്ല. എന്റെ വാസ്ത എന്റെ യേശുവാണ്. നീ വിശ്വസിക്കുന്നത് അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്.
സക്കായിയോട് ദൈവം പറഞ്ഞതുപോലെ സക്കായി യേശുവിനെ കാണാൻ മാത്രം വന്നു. പക്ഷെ യേശു അവനോട് ഇടപെടാൻ തുടങ്ങി. അവന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന് പറഞ്ഞത് ഇത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ മേളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുപോലെ കുടുംബങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദേശം അറിയപ്പെടും. ഈ ഭവനത്തിൽ യേശുവിന്റെ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം സ്നേഹിക്കുന്ന സമയം പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേട്ട വചനത്തിൽ ഏൽപ്പിച്ചു എന്ന് കർത്താവേ, ഞങ്ങളോട് ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ, ആയിരിക്കുന്ന ഓരോ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് നൂർമിനിയായിട്ട് ഫലങ്ങൾ വരട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളോടല്ല, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ വെറും ആക്കായിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഹല്ലേലൂയ ദൈവിക പ്രവർത്തികൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥനയെല്ലാം കേട്ടതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന കർത്താവിന്റെ ദാസരോട് കേൾക്കുവാൻ സ്വർഗമിടയാക്കി ദൈവവചനത്തിലൂടെ ഇന്ന് സന്ധിക്ക് നമ്മെ വിടുവിച്ച ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി മഹത്വം കരയറ്റിയാട്ടെ. സഹായിക്കട്ടെ. ആമേൻ. സമയം അല്പം മുൻപോട്ട് പോയിട്ടുണ്ട്. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമ്മെ സഹായിക്കട്ടെ. ഒരു ആമേൻ 2 മിനിറ്റോടെ എടുക്കുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് സന്ധ്യയിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ആമേൻ സ്തോത്ര പ്രാർത്ഥനാ സംഭവം വളരെ അനുഗ്രഹമായി തീരുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കി സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രം. ഹാലലിയ. ആമേൻ. വൃത്തിയാൽ ഹാലലിയ സ്തോത്ര പോയി ചാപ്പിന് ആമേൻ നേതൃത്വം കൊടുക്കുന്ന ആമേൻ ഹാലലിയ. ആമേൻ ഹാലലിയ പ്രിയ കർത്താവദാസൻ ആമേൻ ഹാലലിയ സഹോദരങ്ങള് ആമേൻ ചേർന്ന് ഇരിക്കുന്നല്ലോ. ഇന്ന് സന്ധ്യയിൽ ദൈവം സംസാരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിന് ദൈവത്തിനോട് നന്ദി അറിയിക്കുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് ദൈവത്തെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ ആമേൻ ഹാലലിയ സ്തോത്രം. ആമേൻ ഹാലലിയ. ആമേൻ. പ്രിയ ബ്രദർ ഹാലലിയ ബ്രദർ ആമേൻ അവരെ കൊണ്ട് കടന്നു വന്നു. ആമേൻ കീബോർഡ് വായിക്കുവാൻ ആമേൻ പ്രിയ ബൈബിളിനെയൊക്കെ ദൈവോടെയാക്കി ആമേൻ ദൈവം ആമേൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് മുമ്പോട്ട് നടത്തട്ടെ. ദൈവനാമത്തിന് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ലീഡിയുവാൻ പ്രിയ ശുനാനി മുമ്പോട്ട് കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആമേൻ ചെയ്തെടുപ്പാൻ ദൈവം സഹായിച്ചു. ആമേൻ ഹാലിശുനാനിയോട് നന്ദി ദൈവത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ ജനത്തെ ദൈവം ബലപ്പെടുത്തി പ്രാർത്ഥിച്ച ദൈവമക്കളോട് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിൽ ഞാനായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നദിയോട് സ്തോത്രം. ഇതിന്റെ പിന്നില് അധ്വാനിച്ചവരോട് ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കള് അവൻ അധ്വാനിച്ചു. അവൻ ഇങ്ങനെ ഒരു കൂടുതൽ നടത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചു. അത് വളരെ അനുഗ്രഹമായി നടപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. നമ്മൾ ആഗ്രഹിച്ചു, ദൈവം നടത്തിയിട്ടുണ്ട്. സ്തോത്രം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. തൃപ്തിയോടെ തന്നെ വേണം നമ്മൾ ദിവസം മുമ്പോട്ട് പോകുക. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ ദൈവമേ സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം. ദൈവത്തിന് ഞങ്ങൾ കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ എന്ന കൃപയ്ക്കായ സ്തോത്രം. ആദ്യോടൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തിയതിനാൽ സ്തോത്രം. ദൈവത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ബലമൊക്കെ ദൈവത്തിന്റെ കൃപ പകർന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിന്റെ വചനത്തിനായ സ്തോത്രം. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ്, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. ആമേൻ. സന്ധ്യകൾ ഹാലലിയ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആമേൻ. അനുഗ്രഹത്തോടെ ഞങ്ങൾ മടങ്ങി പോകുന്നു. മടക്കി യാത്ര കൂടെ ഇരിക്കണം. വീണ്ടും കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവോളും ഞങ്ങളുടെ ചിറകിൽ ഞങ്ങളെ മറച്ചാട്ടെ. ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിനാൽ സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അനുഗ്രഹത്തോടെ പറഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന സ്വന്തം കേട്ടിരിക്കാൻ സ്തോത്രം. ഈ സ്തോത്രം നമുക്ക് ആശീർവാദം പറഞ്ഞ് ദൈവത്തിന്റെ